നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പറു, എന്താ ഒരു ആലോചന? ഇവിടെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. ഞാൻ അതിന്റെ സങ്കടത്തിലെ മണിക്കുട്ട. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? മണിക്കുട്ട, സുശീല ആന്റി ജാസ്മിനെ മകളായി ദത്തെടുക്കാൻ പോവാ. ഓഹോ, എന്നിട്ട്? അങ്ങനെ സുശീല ആന്റി ജാസ്മിനെ ദത്തെടുത്ത ജാസ്മിൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറും. പിന്നെ അവൾക്ക് ഈ കുടുംബത്തിൽ സ്ഥിരമായിട്ട് അവകാശം കിട്ടും. അങ്ങനെ സംഭവിച്ചാൽ ജാസ്മിൻ പിന്നെ തറയിലൊന്നും ആയിരിക്കില്ലല്ലോ നിൽക്കുന്നത്. അവൾ ഈ വീട് തലകീഴായി എടുത്തു വെക്കും. ഈ കുടുംബം കുട്ടിച്ചോറാക്കും. മണിക്കുട്ട, നീ എന്നെ കുറിച്ചാ പറയുന്നെന്ന് ഓർമ്മ വേണം. നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, നിന്റെ തൂവൽ മുഴുവൻ പിച്ചി കളഞ്ഞിട്ട് നിന്നെ പച്ചയ്ക്ക് പൊരിക്കും ഞാൻ. അത് തന്നെ എന്നെയും വിഷമിപ്പിക്കുന്നത്. അപ്പോ അവളെ ഈ വീട്ടിൽ ദത്തെടുക്കാതെ നോക്കണം. അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം കാണണം. നീ ഒരു കാര്യം ചെയ്വാറു. കല്യാണ മണ്ഡപത്തില് ജാസ്മിൻ നടത്തിയ നാടകത്തെ കുറിച്ച് എങ്ങനെയെങ്കിലും സുശീൽ ആന്റിയെ അറിയിക്ക്. അപ്പോ ജാസ്മിന്റെ തനിനിറം ആന്റിക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം ആന്റി അവളെ ദത്തെടുക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ. ശരി, നീ പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യാം. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നീയും നിന്റെ ശിങ്കിടിയും തമ്മിലുള്ള പ്ലാൻ ഒക്കെ കൊള്ളാം. അതിനു മുമ്പേ നീ ഒരു കാര്യം ഓർത്ത പാർവതി. കല്യാണ മണ്ഡപത്തിൽ ഞാൻ നടത്തിയ നാടകത്തെക്കുറിച്ച് നീ പുറംലോകത്തെ അറിയിക്കാനെങ്ങാനും ശ്രമിച്ച, നിന്റെ സഹോദരി ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിനെ കല്യാണം കഴിച്ചതെന്നുള്ള രഹസ്യം ഞാനും പുറത്തു പറയും. അപ്പോ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ നിന്റെ സഹോദരി എങ്ങനെയാണോ ഈ വീട്ടിലേക്ക് വന്നത്, അതുപോലെ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി പോവേണ്ടി വരും. എന്താ, അത് നിനക്ക് ഓക്കെയാണോ? അത് നിനക്ക് സമ്മതമാണോന്ന്? എന്തുപറ്റി പാർവതി, നിന്റെ ആവേശമൊക്കെ പെട്ടെന്ന് കെട്ടുപോയോ? നീ എന്താ ഇപ്പൊ എന്നെ വെല്ലുവിളിക്കാത്തെ? എന്തടി, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പാർവതി, ഞാനിപ്പൊ തന്നെ എല്ലാരും വിളിച്ചു പറയട്ടെ. നിന്റെ അനിയത്തിയുടെ ദിവ്യഗർഭത്തെ കുറിച്ച് പറയട്ടെ. ഇപ്പൊ തന്നെ പറയാം. സുശീലാന്റി. ജാസ്മിൻ, വേണ്ട, ഇതൊന്നും ആരും അറിയിക്കണ്ട. അല്ല, അറിയിച്ചേക്കാന്നേ. നീ എന്തായാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവല്ലേ. അപ്പോ നിനക്കിട്ടൊരു മറുപണി പണിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിലേ ഈ ജാസ്മിൻ വെറൊരു മൊരവാഴയാണെന്ന് കരുതില്ലേ? അയ്യോ, വേണ്ട വേണ്ട ജാസ്മിൻ, ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ അനിയത്തിയുടെ ജീവിതമാ. അത് നീയായിട്ട് നശിപ്പിക്കരുത്. നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ വരില്ല. ഞാൻ വരില്ല ജാസ്മിൻ. പാർവതി, നീ ഒന്നോർത്തോ, നീ കളിക്കുന്നത് ജാസ്മിനോടാ. ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. എന്ത് നെറികേട് വേണമെങ്കിലും ഞാൻ കാണിക്കും. ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാണ് ഈ നിൽക്കുന്ന പാർവതി. അവളെ ഇപ്പൊ ഈ വീട്ടിലെ മകളാണ്. ഇവളെ സദാ ദ്രോഹിക്കുന്ന ആളാണ് ഈ ജാസ്മിൻ. അങ്ങനെ ഒരാളെ
ഒരിക്കലും ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പറ്റില്ല. എന്താ എന്താ അമ്മയുടെ അഭിപ്രായം? അമ്മയത് പറയണം. നിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. ആ, നീ കേട്ടല്ലോ. വിശാലും ജാസ്മിനും തമ്മിൽ പറഞ്ഞു വെച്ച വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ ജാസ്മിൻ ഇവിടെ താമസിക്കേണ്ടി വന്നത്. ആ, ഇപ്പോ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി, അതും മുടക്കി. വിശാല് പാർവതിയുടെ ഭർത്താവായിരിക്കെ അവനെ കൊണ്ട് ജാസ്മിനെ വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയത് തന്നെ തെറ്റാണ്. ഞാനും ഗോപി ഇവിടെ ഇല്ലായിരുന്നെങ്കിലും ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൃത്യമായി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ, ഇനി എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. സുശീലേ, നിനക്കിവിടെ ദത്തെടുത്തേ തീരുവെങ്കിൽ ആവാം. പക്ഷേ അതിനുശേഷം നിനക്കും ഇവൾക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അമ്മേ, അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ട. ഇവരെ ഇപ്പൊ തന്നെ ഇറക്കി വിടുന്നതാ നല്ലത്. അതാ ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് ആവശ്യം. ഇറങ്ങ, രണ്ടും ഇപ്പൊ ഇറങ്ങണം. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? അച്ഛാ, വേണ്ട, ഇവരെ ഇവിടുന്ന് ഇറക്കി വിടരുത്. അത് ഭയങ്കര കഷ്ടമാണ്. അമ്മ പോയതിനു ശേഷം എന്നെ വളർത്തിയത് ആന്റി അല്ല അച്ഛാ. ആ നന്ദിയും കടപ്പാടും മറക്കാൻ പാടുണ്ടോ? അതൊന്നും മറക്കാൻ പാടില്ല. ആന്റി ഇവിടെ തന്നെ നിൽക്കണം. അച്ഛനോടും അച്ഛമ്മയോടും ഞാൻ അപേക്ഷിക്കുക, ഇവരെ പുറത്താക്കരുത്. വാ അമ്മേ. മോനെ, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഏയ് വേണ്ട, ആരും എവിടെയും പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.